നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രാജ്ഭവൻ കണ്ടെത്തിയ മുൻ ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദ് ചാൻസലർ കൂടിയായ ഗവർണറെ ഇന്ന് കാണും. അദ്ദേഹവുമായി ഗവർണർ നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്വേഷണത്തിന്റെ വിഷയങ്ങൾ അടങ്ങുന്ന വിജ്ഞാപനം പുറത്തിറക്കുന്നത്. ഇന്ന് അവധിയാണ് എങ്കിലും ഗവർണറുടെ ഓഫീസ് ഇന്ന് പ്രവർത്തിക്കും. ഉത്തരവ് ഇറക്കുന്നതിന് തടസ്സമില്ല. അന്വേഷണ കമ്മീഷനായി നിയമിക്കുന്നതിന് ഹൈക്കോടതി നൽകിയ മുൻ ജഡ്ജിമാരുടെ പാനലിൽ നിന്നാണ് ഹരിപ്രസാദിനെ തിരഞ്ഞെടുത്തത്. വയനാട് സ്വദേശിയായ മുൻ SP-യെയും കമ്മീഷനിൽ ഉൾപ്പെടുത്തും. എന്തായാലും രാജ്ഭവനിലേക്ക് ഇന്ന് അദ്ദേഹം എത്തുകയാണ്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണവുമായി ഗവർണർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അന്വേഷണ കമ്മിറ്റിയുടെ നടപടിയിൽ ഇടപെട്ടാലും അത് തെറ്റെന്നായിരുന്നു ഗവർണറുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. അച്ഛന് വരുന്നതിന് മുന്നേ തന്നെ VCയോട് ഉത്തരവ് പിൻവലിക്കാൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പക്ഷാഭേദമില്ലാതെ നീതി നടപ്പാക്കുമെന്നും ഗവർണർ പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഗവർണർ നിർണായക ഇടപെടൽ നടത്തിയിരുന്നു. വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ ഗവർണർ VCക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും VCയോട് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസിന്റെ അന്വേഷണം വൈകിയാൽ ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം നടത്തുമെന്ന് അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവുമായി സമരക്കാരിയുമായി ബന്ധപ്പെട്ടൊന്നും ചർച്ച നടത്തിയിട്ടില്ലെന്നും ജയപ്രകാശ് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ജയപ്രകാശ് പറഞ്ഞു. കന്റോൺമെന്റ് ഹൌസിലെത്തി അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്വേഷണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് സഹായം തേടുന്നതിനാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടത്. തന്നെ പ്രതിപക്ഷ നേതാവ് സഹായിക്കുമെന്ന് ഉറപ്പുള്ളതിനാലാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ജയപ്രകാശ് പറഞ്ഞു. CBI അന്വേഷണം തുടങ്ങിയിട്ടില്ല. അന്വേഷണം വഴിമുട്ടിയതിൽ പേടിയുണ്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു. ഭരണപക്ഷത്തുള്ളവരെ കണ്ടാൽ സ്ഥിതി എന്താകുമെന്ന് തനിക്കറിയാം. തനിക്ക് വിശ്വാസമുള്ളവരെയാണ് താൻ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് സഹായിക്കുമെന്ന് 100% ഉറപ്പാണെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു. കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് ജയപ്രകാശ് ആരോപിക്കുന്നത്. ഡീൻ ഉൾപ്പെടെ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ സമരം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു. സഹായിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ കാണാൻ വന്നതെന്ന് ജയപ്രകാശ് പ്രതികരിച്ചു. അതിനിടെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയിലെ പുതിയ VCയെ നിയമിച്ചു. കഴിഞ്ഞ ദിവസം ഗവർണർ നിയമിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.